IPL ഹിസ്റ്ററിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ബൈയുമായിട്ടാണ് LSG അവരുടെ പുതിയ സീസണിലേക്ക് പോയത്. രാഹുലിന് പകരം പന്ത് ടീമിലെത്തി ക്യാപ്റ്റനായപ്പോൾ മറ്റൊരു ടോട്ടൽ ഡിസപ്പോയിന്റിംഗ് സീസണായിരുന്നു അവർക്ക് കിട്ടിയത്. LSGയുടെ ബാറ്റിംഗ് മെയിനായി റൺ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ടോപ്പ് 3യുടെ പെർഫോമൻസിന്റെ പിൻബലത്തിലായിരുന്നു. ബൌളിംഗ് ലൈനപ്പ് അത്ര ഇംപ്രസീവ് അല്ലാതിരുന്നിട്ടും തുടക്ക മത്സരങ്ങൾ വിജയിച്ചതും മാർഷൽ മാർക്രം, നിക്കോളാസ് പൂരൻ എന്നിവരുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ പിൻബലത്തിലായിരുന്നു. എന്നാൽ ആദ്യ 5 മത്സരത്തിന് ശേഷം നിക്കോളാസ് പൂരൻ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതോടെ ലക്നൌ തോക്കാനും തുടങ്ങി. ആദ്യ 6 മത്സരത്തിൽ 4 വിജയിച്ച LSG പിന്നെ വന്ന 8 മത്സരത്തിൽ വെറും 2 മാത്രമാണ് ജയിച്ചത്. ഋഷഭ് പന്തിനെ പോലെ ഇമ്പോർട്ടന്റ് ആയ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന ഒരു താരം തീർത്തും മോശം ഫോമിലൂടെ കടന്നുപോയത് ലക്നൌവിന്റെ ബാറ്റിംഗിനെ ഒന്നുകൂടി വീക്കാക്കി മാറ്റി. ഡേവിഡ് മില്ലർക്കും ബിലോ ആവറേജ് സീസൺ ആയിരുന്നു കിട്ടിയത്. അബ്ദുൾ സമദ്, ബദോനി ജോഡി നന്നായി തന്നെ ഫിനിഷിംഗ് ഡ്യൂട്ടികൾ ചെയ്തിരുന്നു. സോ ഓവറോളായി ബാറ്റിംഗിൽ എക്സ്പീരിയൻസ്ഡ് ആയ 3 മിഡിൽ ഓർഡർ താരങ്ങൾ പരാജയപ്പെട്ടതാണ് ടൂർണമെന്റിന്റെ 2ാം ഘട്ടത്തിൽ അവർക്ക് തിരിച്ചടിയായി മാറിയത്. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കോമ്പിനേഷൻസ് ആണ് ഒരു പ്രശ്നമായി തോന്നുന്നത്. കാരണം ബാറ്റിംഗിൽ തന്നെ 4 വിദേശ താരങ്ങൾ വരുന്നതുകൊണ്ട് ബൌളിംഗിൽ ഇന്ത്യൻ താരങ്ങളെ മാത്രമേ ഉപയോഗിക്കാൻ അവർക്ക് പറ്റിയിരുന്നുള്ളൂ. സോ മില്ലർ ഒരു റിലീസ് ഓപ്ഷനാണ്. ഒന്നുകിൽ മില്ലറെ റിലീസ് ചെയ്ത് മറ്റൊരു ഇന്ത്യൻ ഓപ്ഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ മില്ലറെ ബെഞ്ച് ചെയ്ത് മറ്റൊരു ഇന്ത്യൻ മിഡിൽ ഓർഡർ ഓപ്ഷനെ പരീക്ഷിക്കുക. മില്ലർ ഒരിക്കലും ഒരു മോശം പ്ലെയർ അല്ല, പക്ഷെ അവരുടെ ടീം കോമ്പിനേഷൻ വെച്ച് മില്ലറെ കൂടി കളിപ്പിക്കുന്നത് ആക്ച്വലി അവരെ വളരെ നെഗറ്റീവായി ബാധിക്കും. ഇതല്ലാതെ ഒരു ചേഞ്ച് ബാറ്റിംഗിൽ അവർക്ക് വേണം എന്ന് തോന്നിയില്ല. കാരണം പന്തും പൂർണ്ണും ഫോം കണ്ടെത്തിയാൽ ഒരു ഡെഡ്ലി ബാറ്റിംഗ് യൂണിറ്റാണ് LSG. ബൌളിംഗ് ആണ് മെയിനായി ലക്നൌ പൊളിക്കേണ്ടത്. കാരണം വിദേശ ഓപ്ഷൻസിനെ കളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെ ഇന്ത്യൻ താരങ്ങളെ എടുത്ത് തലങ്ങും വിലങ്ങും എറിയുന്നു എന്നതായിരുന്നു LSGയുടെ ബൌളിംഗ്. ബൌളിങ്ങിനെ നയിക്കാൻ തന്നെ ഒരു ലീഡ് പേസർ ടീമിൽ ഉള്ളതായി ഒരു മത്സരത്തിലും തോന്നിയിരുന്നില്ല. സോ അവരുടെ ബൌളിങ്ങിനെ നയിക്കാനും താരങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിർദ്ദേശം കൊടുക്കാനും പറ്റിയ രീതിയിൽ ഒരു ലീഡ് പേസർ LSGക്ക് മസ്റ്റാണ്. അതില്ലാത്തതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആയിരുന്നു RCBയുമായുള്ള മത്സരം. ആകാശ് ദീപ്, രവി ബിഷ്ണോയി, ഷാർദുൽ ഠാക്കൂർ, ഷമാർ ജോസഫ്, മയങ്ക് യാദവ് തുടങ്ങി 4 പേരും ഈസി റിലീസ് ഓപ്ഷൻസ് ആണ്. അവരുടെ ലൈനപ്പിന്റെ അവസ്ഥ വെച്ച് ഷമാർ ജോസഫിനെ പോലെ ഒരു താരമല്ല അവർക്ക് വിദേശ ഓപ്ഷനായി വേണ്ടത്. മയങ്ക് യാദവ് തന്നെ പോയാൽ 14 കൂടി ഫ്രീ ആകും. സോ ബെറ്ററായ ഓപ്ഷൻസിനെ ലേലത്തിൽ കണ്ടെത്താൻ ഈസിയായി പറ്റും. ബാറ്റിംഗിലും ബൌളിംഗിലും ഈ 2 മാറ്റങ്ങൾ വന്നാൽ തന്നെ ഒരു ബെറ്റർ ടീമായി തിരിച്ചു വരാൻ LSGക്ക് പറ്റും. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോരായ്മ അവരുടെ ടോട്ടൽ ടീമിന്റെ അന്തരീക്ഷമാണ്. സഞ്ജീവ് ഗോയങ്ക് വന്ന് ടീമിന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആ ഒരു പ്രവണത കുറച്ചധികം സ്ട്രെസ് ടീമിൽ ഉണ്ടാക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഡൽഹിയിലെത്തിയ രാഹുൽ ഇത്തവണ ക്യാപ്റ്റൻസി വേണ്ട എന്ന് പറഞ്ഞതുപോലും എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. സോ ആ ലെവൽ സ്ട്രെസ് ഗോയങ്ക താരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും നല്ലതായി തോന്നിയതുമില്ല. പ്രീതി സിൻഡയൊക്കെ കാണിക്കുന്ന ആ ഒരു ലെവൽ ഇടപെടലാണ് ബെസ്റ്റ്. ടീം നന്നായി കളിച്ചാലും മോശമായി കളിച്ചാലും സ്വന്തം ടീമിനോടും ഓപ്പോസിറ്റ് ടീമിനോടും വളരെ മാന്യമായി മാത്രമേ പ്രീതി സിൻഡ പെരുമാറിയിട്ടുള്ളൂ. മാക്സ്വെൽ ഒക്കെ ലക്നൌവിലായിരുന്നുവെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി.